സമകാലികമായ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ ഒരു ഡോക്ടർ റോയി എന്ന് പറഞ്ഞ ഒരു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു മുതലാളി സ്വയം വെടിവെച്ച് മരിക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം 2 ഫ്ലാറ്റിൻ്റെ ഉടമകൾ ജയിലിൽ പോയി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഫലമുണ്ടാകുമോ എന്നൊരു ചോദ്യം ഉണ്ട്. അത് ഏത് ജന്മത്തിലാണ് ഈ കർമ്മഫലം കിട്ടുക എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ വീണ്ടും ആളുകൾ പറയും, ഇത്രയും ദുരന്തപൂരിതമായ ദുരിതപൂർണമായ പരസ്പരം വഞ്ചിക്കുന്ന പറ്റിക്കുന്ന ഈ ലോകത്ത് അങ്ങനെ അപ്പപ്പോൾ കർമ്മഫലം കൊടുക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ, കോടതിയും പോലീസൊന്നും വേണ്ടല്ലോ. പക്ഷെ അങ്ങനല്ല. നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കർമ്മദോഷം വന്നേ തീരൂ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് വരും. എത്രയോ മുതലാളിമാർ, അഭിഹിതമായി പണമുണ്ടാക്കുന്നവർ അവസാന കാലത്ത് കഷ്ടപ്പെട്ട് വളരെയധികം ഫിസിക്കൽ സ്ട്രെയിനോട് കൂടിയായിരിക്കും ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ മാത്രമല്ല, ഇനി അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു, ഈ ജന്മത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ രക്ഷപ്പെട്ടാൽ അടുത്ത ജന്മത്തിൽ അതിനേക്കാൾ ദുരന്തപൂർവമായ ഒരു ജീവിതം നയിക്കുമെന്നാണ് ഭാരതത്തിൻ്റെ തത്വശാസ്ത്രം പറയുന്നത്. ഇത് ശരിയുണ്ടോ തെറ്റുണ്ടോ, ഇതിൽ ശാസ്ത്രമുണ്ടോ, അതെല്ലാം വേറെ വിഷയമാണ്. പക്ഷെ പറയുന്ന ഒരു തത്വശാസ്ത്രം എന്താണ്? ഇവിടെ പറയപ്പെടുന്നൊരു തത്വശാസ്ത്രം, നമ്മളുടെ കർമ്മം നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. അതാത് ജന്മം തന്നെ പരമാവധി അനുഭവിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നീ പറഞ്ഞതുപോലെ ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ, വേറെ ഒരു മുതലാളി, അവരുടെ നേരത്തെ അദ്ദേഹം ജോലി ചെയ്തിരുന്നൊരു സ്ഥാപനത്തിലെ ഒരു നമ്പൂതിരിയുടെയും ഭാര്യയുടെയും സ്വത്ത് അടിച്ചു മാറ്റിയ കഥകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ 2 ഫ്ലാറ്റുകാരും വേറെ 2 ഫ്ലാറ്റുകാരും അവരും മറ്റുള്ളവരുടെ പണമെല്ലാം പിരിച്ചിട്ട് പണം കൊടുക്കാതെ അതിൽ ഒരുപാട് തരികിടയൊക്കെ കാണിച്ചു. എന്നാൽ നന്നായി നടക്കുന്ന വളരെ മനോഹരമായി ചെയ്യുന്ന ഫ്ലാറ്റുകളുണ്ട്, ഫ്ലാറ്റിൻ്റെ ഓണർമാരുണ്ട്, മനോഹരമായ റിയൽ എസ്റ്റേറ്റുകാരുണ്ട്, ഒക്കെ ഉണ്ട്. ആവശ്യത്തിനുള്ള കമ്മീഷൻ മാത്രം എടുത്തുകൊണ്ട് ജോലി ചെയ്യുന്ന കരാറുകാരുണ്ട്, പിന്നെ റിയൽ എസ്റ്റേറ്റുകാരുണ്ട്, ഫ്ലാറ്റ് നടത്തുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്നാൽ പോലും അല്ലാതെ ചെയ്യുന്ന കുറേ കർമ്മങ്ങളുടെ ഫലം വരികയില്ലയോ? പലരും ജയിലിൽ കിടക്കുന്നു. കർമ്മദോഷമല്ലേ? അപ്പോൾ അത് വളരെ ഗൗരവമായി നമ്മൾ മനനപരാശിച്ച ഇതിൻ്റെ ആത്മീയതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ആത്മീയതയെ ഒന്നുമില്ല, നമ്മൾ സ്വതന്ത്ര ചിന്തകരാണ്, അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്ന മാത്രമല്ല, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കോടതി പിടിച്ചില്ലെങ്കിലും, കോടതി പിടിക്കുന്നത് ഒരു ശിക്ഷ, കോടതി പിടിച്ചാൽ ശിക്ഷ കിട്ടും, അത് വേറെ കാര്യം, അല്ലെ കേസായ അല്ലാതെയും നമ്മൾ ആളുകൾ അനുഭവിക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിലൊക്കെ വിശ്വസിച്ച് പോകും. കർമ്മം ചെയ്താൽ, ഒരു പ്രവൃത്തി ചെയ്താൽ അതിനൊരു ഫലമുണ്ടായേ പറ്റൂ. അപ്പോൾ നിഷ്കാമകർമ്മം ചെയ്യണം എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ ഒരു പ്രസക്തി. നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മഫലത്തിൽ അധികാരമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നിടത്താണ് നിഷ്കാമ കർമ്മം എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കർമ്മഫലത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. പ്രാരബ്ധ കർമ്മമുണ്ട്, കൊണ്ടുവരുന്നതുണ്ട്, ഇപ്രാവശ്യം എടുത്തിട്ടുള്ളതുണ്ട്, ഇനി വരാൻ പോകുന്നതുണ്ട്, ഒക്കെ ഉണ്ട്. ആഗമകർമ്മമുണ്ട്, സഞ്ചിത കർമ്മമുണ്ട്, സഞ്ചിതം കൊണ്ടുവന്നത്, പ്രാരബ്ധം ഇപ്പോഴുള്ളത്, ആഗമം വരുന്ന, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ വേറൊരു വീഡിയോയും കൂടി ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനുഷ്യൻ എങ്ങനെയായിരിക്കണം പോകേണ്ടത്? അവിടെയാണ് സത്യവും നീതിയും കരുണയും കാരുണ്യവും സഹിഷ്ണുതയും സഹകരണവും സഹാനുഭൂതിയും പോലുള്ള സനാതനധർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അത് വൈദിക ധർമ്മമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വൈദിക ആളുകൾ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അല്ലാതെ സനാതനധർമ്മ സമം, വൈദിക ധർമ്മ സമം, ഹിന്ദുധർമ്മ സമം ഇപ്പോൾ കാണുന്നത് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. കാരണം അന്ന് ഈ പറയുന്ന ഹിന്ദു ഒന്നും ഇല്ലല്ലോ. അന്ന് ഈ പറയുന്ന ഒരു ഭൂമിശാസ്ത്ര പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ എന്നുള്ളതിനപ്പുറം ഞാൻ ഹിന്ദു, നീ മുസ്ലിം, നീ ക്രിസ്ത്യാനി, അങ്ങനെ ഒരു വിഭാഗമൊന്നും ഇല്ല. അതൊക്കെ വന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറമാണ് വന്നത്. അപ്പോൾ എന്തായാലും പഴയ കാലത്തെ ആളുകൾ പറഞ്ഞിട്ടുള്ള ഈ കർമ്മം ചെയ്യുമ്പോൾ, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിന് ഒരു റിസൾട്ട് ഉണ്ടാവും. അത് നിഷ്കാമകർമ്മം അല്ലെങ്കിൽ നമ്മളൊരു തട്ടിപ്പ് വെട്ടിപ്പ് തരികിട പരിപാടികളിലൂടെയൊക്കെയാണ് സമ്പത്ത് ആർജിച്ചാൽ ആ സമ്പത്ത് നിലനിൽക്കില്ല എന്നുള്ളത് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. അത് വളരെ ക്ലിയറാണ്. അതിപ്പോൾ ശബരിമലയുടെ കേസ് നമ്മൾ എടുത്ത് നോക്കൂ. തന്ത്രി വലിയ ദൈവവിശ്വാസിയാണ്, ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷേ തന്ത്രി അവിടെ പല കാര്യങ്ങളിലും ചെയ്തുകൂടാത്ത പല കാര്യങ്ങൾ, ഇപ്പോൾ ഇന്ന് രാവിലെ ഒരാൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്, ശബരിമലയിൽ ഈ പടിപൂജ സ്വർണം പൂശിയിരിക്കുന്ന പടിയിലാണ് ആളുകൾ ചവിട്ടിപ്പോകുന്നത്. സ്വർണം പൂശിയിടത്തൂടെ ചവിട്ടിപ്പോകാൻ പാടുണ്ടോ? അപ്പോൾ അത് കല്ലായിട്ട് തന്നെ ഇട്ടിരിക്കേണ്ടായിരുന്നോ? അപ്പോൾ അതിനകത്ത് ചവിട്ടിപ്പോകുന്നത് കല്ലായിരുന്നു. അതിനകത്ത് തേങ്ങ അടിക്കുമായിരുന്നു. 18 പടിയിലും തേങ്ങ അടിക്കും, 18 തേങ്ങ അടിക്കും. അപ്പം
ഒരു വർഷം ആദ്യത്തെ വർഷം പോകുമ്പോൾ ഒരു തേങ്ങ കൊണ്ടുപോകും. ഇങ്ങനെ വർഷം പോകുന്നതനുസരിച്ച് തേങ്ങയുടെ എണ്ണം കൂടുകയും അത് ഓരോ വർഷം അടിക്കുകയും പിന്നെ കൈ കഴുകുകയും പിന്നെ അങ്ങനെ വലിയ ഒരു പ്രോസസ്സായിരുന്നു ശബരിമല. അതെല്ലാം ഒഴിവാക്കി എല്ലാം പിന്നെ സ്വർണവും പൂശി എല്ലാം കാശിൻ്റെയും കച്ചവടത്തിൻ്റെയും ഭാഗമായി മാറിയപ്പോൾ ദൈവം അതിനനുസരിച്ചുള്ള ആ ഒരു ചൈതന്യത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ചില കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ ഭൂമിയിൽ ഒരു എല്ലാ ആക്ഷനും ഒരു ഊർജ്ജം ഉണ്ടല്ലോ, ഇവിടെ ഒരു ശക്തിയുണ്ട്. അപ്പോൾ ആ ശക്തിയുടെ ഫലമായി നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനൊരു പ്രതിപ്രവർത്തനം ഉണ്ടായേ പറ്റൂ. എവരി ആക്ഷൻ ഹാസ് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണല്ലോ, അതാണല്ലോ സയൻസും പറയുന്നതിൽ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് കർമ്മം ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം കർമ്മഫലമായി തന്നെ കിട്ടും. ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് അല്ലെങ്കിൽ തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിച്ചേ കഴിയൂ. അതിനകത്ത് യാതൊരു മാർഗ്ഗവുമില്ല, ഒഴിവാവാൻ മാർഗ്ഗമില്ല. ഒന്നുകിൽ സ്വയം ആത്മഹത്യ എന്ന് പറയുന്നത് സ്വയം ചെയ്യുന്നതാണ്. ആത്മഹത്യ ചെയ്യാനെങ്കിലും തോന്നും, അല്ലെങ്കിൽ വെടിവെച്ച് മരിക്കുക, അല്ലെങ്കിൽ ഗുളികയെടുത്ത് കഴിക്കുക, താഴോട്ട് ചാടി എന്തെങ്കിലും ഒരു കുറ്റബോധം നമ്മെ വേട്ടയാടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ശിക്ഷ കൂടി അതിൻ്റെ കൂടെ ഭാഗമായി വരുന്നു. അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ രൂപത്തിലായിരിക്കും വരുന്നത്, ചിലപ്പോൾ പോലീസിൻ്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ കോടതിയുടെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ സ്വയം കൃതാർത്ഥനാർത്ഥം നമ്മൾ തന്നെ അങ്ങ് തെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി നമ്മൾ തന്നെ സ്വയം ഈ റിസൾട്ടും കൂടി നമ്മൾ തന്നെ അങ്ങ് കണ്ടെത്തും. അങ്ങനെ വരുമ്പോഴാണ് ആത്മഹത്യകൾ വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി ഒരു കോളേജിൽ, തമിഴ്നാട്ടിലെ കോളേജിലെ 15ാം നിലയിൽ നിന്ന് ചാടി മരിച്ചു. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ പരീക്ഷയ്ക്ക് മൊബൈൽ കൊണ്ടുപോയി കോളേജുകാർ പിടിച്ചു, പക്ഷേ അത് അനുവദിച്ചില്ല. അതിൻ്റെ പിന്നെ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മാനസിക സംഘർഷത്തിലാണ്. വേണമെങ്കിൽ കോളേജുകാർക്ക് ആ കുട്ടിയെ ഒന്ന് വാൺ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് ഇരുത്താമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്തായാലും ആ സമയം ആയെന്ന് തോന്നുന്നു, അദ്ദേഹം പോയി. അങ്ങനെ ഒത്തിരി കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കേസുകളെ കാണുന്നത് കുട്ടികളുടെ കേസായാലും മുതിർന്നവരുടെ കേസായാലും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പോലുള്ള വളരെ വൻകിട ശതകോടീശ്വരനായ ആയിരുന്ന ഡോക്ടർ റോയിയുടെ കഥയായിരുന്നാലും നമ്മളിതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്ന മറ്റൊരു പാഠം, വളരെ കൃത്യമായ മറ്റൊരു പാഠമെന്ന് പറയുന്നത് ഇത് രസകരമായി നമുക്ക് തോന്നുന്നൊരു വിഷയമാണ്. അപ്പോൾ കർമ്മഫലം എന്നുള്ള ഒരു കാര്യം ഉണ്ട് എന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു. നാം ചെയ്തു കൂട്ടുന്നതിൻ്റെ ഫലം നമുക്ക് റിസൾട്ടായി തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നാം പഠിക്കേണ്ട പാഠം. പക്ഷേ എന്നിട്ടും മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? ഇത് തിരുത്താനോ ഇത് കറക്റ്റ് ചെയ്യാനോ തയ്യാറല്ല. അവർ കാമത്തിനും ക്രോധത്തിനും മോഹത്തിനും ലോഭത്തിനും പണത്തിനും അധികാരത്തിനും അഴിമതിക്കും സമ്പത്തിനും ഒക്കെ വേണ്ടി അവർ ഓടുകയാണ്. ഈ ഓട്ടം എന്ന് നിലയ്ക്കും ആര് നിലപ്പിക്കും എന്ന് നമുക്കറിയില്ല. അപ്പോൾ കൃത്യമായി ഇങ്ങനെ മനുഷ്യൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. 82 വയസ്സ് വരെ ഒരു ഗുഹയിൽ താമസിച്ച സന്യാസി, ഗ്രീക്കിലെ ഒരു ഗുഹയിൽ ഒരു സന്യാസി താമസിച്ചിരുന്നു. 82 വയസ്സ് വരെ സ്ത്രീകളെ കണ്ടിട്ടില്ല. പ്രസവിച്ചപ്പോൾ അമ്മ അവിടെ നടയിൽ കൊണ്ട് വച്ചിട്ട് പോയതാണ്. ആ അമ്മയെ ആരും കണ്ടിട്ടില്ല. അതിനുശേഷം 82 വയസ്സ് കഴിഞ്ഞാണ് സന്യാസി മരിക്കുന്നത്. മഠത്തിൽ നിന്ന് ഒരു ദിവസം പോലും പുറത്തിറങ്ങിയിട്ടില്ല സന്യാസി മഠത്തിൽ നിന്ന്. അപ്പോൾ സ്ത്രീകളെ കാണാതെ 82 വയസ്സ് വരെ ജീവിച്ചു. അങ്ങനെയും ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഞാനീ പറഞ്ഞ പോലുള്ള നിലയിലും ആളുകൾ ജീവിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യജന്മം ഇവിടെ വന്നാൽ തോട്ടി മുതൽ പ്രധാനമന്ത്രി വരെ, അല്ലെങ്കിൽ ചെറിയ പണി മുതൽ IAS സ്വീപ്പർ പണി മുതൽ പാർട്ട് ടൈം സ്വീപ്പർ മുതൽ പാർട്ട് ടൈം ഡ്രൈവർ മുതൽ IAS കാരൻ വരെ ചീഫ് സെക്രട്ടറി വരെ എന്തോരം വൈരുദ്ധ്യമാണുള്ളത് മനുഷ്യൻ. അപ്പോൾ മനുഷ്യൻ്റെ ഈ വൈരുദ്ധ്യമായ ജോലി ചെയ്യുന്നതിലും വൈവിധ്യമായ ജോലി ചെയ്യുന്നതിലുമൊക്കെ ഒരു കർമ്മശുദ്ധി ഏതിലായാലും കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് നമ്മൾ ഒരു പാഠമായി തന്നെ എല്ലാവരും എടുക്കണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സ്വത്ത് ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ, പെട്ടെന്ന് ഉണ്ടാവുകയില്ല. പിന്നെ അധികാരം ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുകയില്ല. പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. നമ്മൾ അർഹമല്ലാത്തതൊക്കെ വല്ലാതെ നമ്മൾ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചാൽ, അത് അവിഹിത മാർഗ്ഗങ്ങളിലൂടെയാണ് പിടിച്ചു വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ നിലനിൽപ്പ് കുറവായിരിക്കും, ആയുസ് കുറവായിരിക്കും, ദീർഘകാലത്തിലേക്ക് അത് പോവുകയില്ല. ഇനി ദീർഘകാലത്തിൽ പോയെന്ന് വിചാരിക്കുക, ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നല്ല സമയം കൊണ്ടോ കുറച്ചു കാലം നീണ്ടു പോയാലും വീഴുമ്പോൾ വല്ലാതെ വീഴും. പിന്നെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ പടുകുഴിയിലേക്കായിരിക്കും നമ്മൾ വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ഇതിൻ്റെ ജ്ഞാനം നേടുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ജന്മം എന്ന് പറയുന്നത്, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രഹേളിക എന്ന് പറയുന്നത് മനുഷ്യ ജന്മമാണ്. നമ്മൾ എത്ര പഠിച്ചാലും മനസ്സിലാകാത്ത, എത്ര പഠിച്ചാലും തീരാത്ത ഒരു സംഭവമാണ് മനുഷ്യൻ്റെ ജന്മവും മനുഷ്യൻ്റെ ബിഹേവിയർ ആൻഡ് ക്യാരക്ടർ. അവൻ്റെ സ്വഭാവം, മനോഭാവം എങ്ങനെയാണ്, എപ്പോഴാണ്, ഏത് രൂപത്തിലാണ് പുറത്തു വരുന്നതെന്നോ ഓരോ വിഷയങ്ങളോടുകൂടി എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നോ നമുക്ക് പറയാനാവില്ല. അങ്ങനെ ഇരിക്കുന്ന മനുഷ്യരെ ഒരു ചെറിയ സ്ഥലത്ത് പോയാൽ പോലും, ചെറിയ തട്ടുകടയിൽ പോയാൽ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയാൽ പോലും 5 പേരുണ്ട്, 5 ടേസ്റ്റാണുള്ളത്. അപ്പോൾ ടേസ്റ്റ് വേറെ, പ്രിഫറൻസ് വേറെ, ക്യാരക്ടർ വേറെ, ആറ്റിറ്റ്യൂഡ് വേറെ,
ഇതെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു കോമണാലിറ്റി അല്ലെങ്കിൽ ഒരു പൊതുതത്വം ആവശ്യമുണ്ട്. ചില പൊതുതത്വങ്ങൾ ആവശ്യമുണ്ട്, ഒന്നല്ല ചില പൊതുതത്വങ്ങൾ ആവശ്യമുണ്ട്. ആ പൊതുതത്വങ്ങളിൽ വരുന്നതാണ് ഈ സത്യവും നീതിയും ന്യായവും ഒക്കെ. പക്ഷെ അത് മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് സത്യം എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ചോദിക്കാൻ പോലും ഒരു ചോദ്യം പോലും ആയിട്ട് പോലും ആരും ഉദ്ദേശിക്കുന്നില്ല. പിലാത്തോസ് യേശുവിനെ വിചാരണ ചെയ്തപ്പോൾ പിലാത്തോസിന് അറിയാം യേശു വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, യേശുവിനെ രക്ഷിക്കണമെങ്കിൽ രക്ഷിക്കാം എന്ന് വിചാരിച്ച് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറക്കി വിടാം എന്ന് പല റൗണ്ട് ചെയ്യുമ്പോഴും പക്ഷേ ആൾക്കൂട്ടം വളരെ പിന്നെ വൈബ്രൻ്റായിട്ട് നിൽക്കുകയാണ്, ക്രിമിനൽ സ്വഭാവത്തിൽ നിൽക്കുകയാണ്. ഇദ്ദേഹത്തെ ഇനി കിട്ടിയാൽ, യേശുവിനെ കിട്ടിയാൽ കൊന്നുകളയും, അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ കൊന്നുകളയൂ എന്നുള്ള രീതിയിൽ പിലാത്തോസിന് പ്രഷർ കൊടുക്കുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ അത് വളരെ രസകരമാണ് ഇതൊക്കെ നമ്മൾ വായിച്ചാൽ. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് യേശു ചെയ്ത തെറ്റ്? യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? അത് ഞാൻ സത്യത്തെക്കുറിച്ച് അറിയാനും പറയാനും സത്യത്തെ സാക്ഷ്യപ്പെടുത്താനുമാണ്. നിൻ്റെ സത്യം എവിടെ ഇരിക്കുന്നു? അടുത്ത ചോദ്യമാണ് പിലാത്തോസിൻ്റെ. യേശു മൗനമാണ്. അതുപോലെ ബുദ്ധനോട് ചോദിച്ചു, നിങ്ങളുടെ സത്യം എവിടെ ഇരിക്കുന്നു? നിങ്ങൾ ആരാണ്? നിങ്ങളുടെ സത്യം എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബുദ്ധന് മൗനമായിരുന്നു. ആദിശങ്കരനോട് ചോദിച്ചിട്ടുണ്ട് ഇതേ ചോദ്യം. അപ്പോൾ വന്നിട്ടുള്ള മഹാരഥന്മാരോടൊക്കെ ഒന്നുകിൽ ശിഷ്യന്മാരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ അടുത്തുള്ളവരോ ഒക്കെ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇത് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ പലപ്പോഴും കഴിയാറില്ല. സത്യം എന്ന് പറയുന്നത് ഉള്ളതാണ്, അതിനെ ഇനിയിപ്പോൾ എടുത്ത് കാണിച്ച് വേറൊരു അർത്ഥത്തിലേക്ക് പോകേണ്ട. ഇവിടെ ഉള്ളത് എന്താണ് ഉള്ളത്, അതാണ് സത്യം എന്ന് പറയുന്നത്. പക്ഷേ ആ ഉള്ള സത്യത്തെ നമ്മൾക്ക് മുറുകെ പിടിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് കർമ്മത്തിൽ നമ്മൾ പെട്ടുപോകുന്നത്, നമ്മുടെ എന്താ പറയുക സ്വഭാവം കയറി തിരിഞ്ഞു നിൽക്കുന്നത്. ആ സ്വഭാവം തിരിച്ചിലൂടെ നമുക്ക് പലതും നഷ്ടമാകും. നമുക്ക് ചിലപ്പോൾ സ്വയം ജീവനൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളുടെ ജീവനെടുക്കും, ഇതല്ലെങ്കിൽ ജയിലിൽ കിടക്കും, അപവാദം കേൾക്കും, എന്തെങ്കിലുമൊക്കെ നമ്മുടെ കർമ്മഫലത്തിൻ്റെ ഭാഗമായി നമ്മുടെ കർമ്മം. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേഗത, സ്പീഡ്, ജാഗ്രതയൊക്കെ വളരെ പ്രധാനമാണ്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് തന്നെ പറയുക, പല കാര്യങ്ങളും നമ്മൾ എടുത്തു ചാടി ചെയ്യും വളരെ ആവേശത്തിൽ, പിന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ വരുമ്പോഴാണ് അതിപ്പോൾ വേണ്ടിയിരുന്നില്ല, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ കർമ്മത്തിനും അതിൻ്റെ ഫലമുണ്ട്. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഉടനെ എല്ലാം കിട്ടിക്കൊള്ളണം നിർബന്ധമില്ല. ചിലത് കുറച്ചുകൂടെ കഴിഞ്ഞായിരിക്കും കിട്ടുന്നത്. മഹാഭൂരിപക്ഷം രോഗങ്ങളുടെ രൂപത്തിലാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടത്തിൻ്റെ രൂപത്തിൽ വരും, അല്ലെങ്കിൽ ഇതുപോലത്തെ നമ്മുടെ ഉണ്ടാക്കിയെടുത്ത മൈലേജ് ഉണ്ടല്ലോ, നമ്മൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ആൻഡ് മൈലേജ് ഉണ്ട്, അത് വല്ലാതെ കോട്ടം തട്ടും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നില്ല. ഇമേജ്, നമ്മളെ ക്രെഡിബിലിറ്റി, നമ്മുടെ ഇൻറ്റഗ്രിറ്റി, നമ്മുടെ സെൽഫ് എസ്റ്റീം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മനുഷ്യനെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ. ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നതും അല്ല. അതെല്ലാം നമ്മൾ ആർജിക്കുന്നതാണ്. ഈ ആർജിക്കുന്ന കഴിവുകളെ, ഈ ബഹുമതി, അതൊക്കെ ബഹുമതികളുമായിട്ടാണ് നിൽക്കുന്നത്. ഈ കഴിവുകളെ, ബഹുമതികളെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ തന്നെ പ്രവൃത്തി മതി, മറ്റൊരാളിൻ്റെ ആവശ്യമില്ല. എൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ ഞാൻ നേടിയെടുത്ത എല്ലാ സാമ്രാജ്യത്തെയും ചീട്ടുകൊട്ടാരം പോലെ തകർത്ത് കളയാൻ എൻ്റെ തന്നെ സ്വഭാവം കൊണ്ട് കഴിയും. വെളിയിൽ നിന്ന് ആരും വന്ന് എന്നെ ശല്യം ചെയ്യേണ്ട കാര്യമില്ല, കഴിയും. ഇത് സാമ്പത്തികമായി തകർക്കാനൊക്കെ വെളിയിൽ നിന്ന് ആളുകളൊക്കെ വന്ന് ബഹളം ഉണ്ടാക്കി സാമ്പത്തികമായിട്ടൊക്കെ തകർക്കാൻ പറ്റും. പക്ഷേ അല്ലാതെയുള്ള തകർച്ച ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം, ഈ ഞാനെന്ന വ്യക്തി തന്നെ വിചാരിച്ചാലാണ് ഇത് കൂടുതൽ തകർച്ചയിലേക്ക് പോകുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ജന്മത്തെ നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു തലത്തിലേക്ക് ചർച്ച ചെയ്യാൻ, മറ്റൊരു തലത്തിൽ ചിന്തിക്കാൻ, മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു നിൽക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അങ്ങനെയുള്ള ചിന്തകൾ ഉള്ളവർക്ക് മാത്രമേ നല്ല മുന്നോട്ട് പോക്കുള്ള യാത്ര വളരെ കൃത്യമാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കർമ്മത്തിൻ്റെ ഒരു ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ശുദ്ധിയുടെ ഭാഗമുണ്ട്. അതിപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയും ഒത്തിരി ഉദാഹരണമുണ്ട്. രാഷ്ട്രീയത്തിലുണ്ട്, ഉദ്യോഗ സംവിധാനത്തിലുണ്ട്, അതുപോലെ തന്നെ ഇതുപോലത്തെ ബിസിനസ് മേഖലയിലുണ്ട്, തന്ത്രിമാരുടെ എല്ലാ മേഖലയിലും ഉണ്ട്. മനുഷ്യൻ വ്യവഹരിക്കുന്ന എല്ലാ മേഖലകളിലും ഈ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കേവല പണസമ്പാദനം എന്നുള്ളതിനപ്പുറമുള്ള ചില മൂല്യങ്ങൾ കൂടി ജീവിതത്തിൽ ആവശ്യമുണ്ട്. ആ മൂല്യങ്ങൾ അതുകൊണ്ടാണ് പല ആളുകളും പല മുതലാളിമാരുമായിട്ടൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും ഒക്കെ പറയാറുണ്ട്, കുറച്ച് നേരിൻ്റെ വഴിയിലായിരിക്കണം ഈ പണമെല്ലാം ഉണ്ടാക്കേണ്ടത്. നേരിൻ്റെ വഴി അല്ലെങ്കിൽ ആ വഴി ഒരുപാട് കാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല. കുറച്ച് കാലം തീർച്ചയായിട്ടും പറ്റും, പക്ഷേ ഒരുപാട് കാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് വീഴും. നമ്മൾ വീഴുന്നാൽ വലിയ തോതിലായിരിക്കും നമ്മുടെ വീഴ്ച വരുന്നത്. അപ്പോൾ കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കർമ്മത്തിനൊരു ഫലമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ എന്ന് പറയുമ്പോൾ അത് സയൻസിനെ അപ്പാടെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. സയൻസിനെയും കൂടി ഇൻക്ലൂസീവ് ആക്കിക്കൊണ്ടാണ് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം
അത് ഏത് വിധത്തിലായാലും കറങ്ങി നമ്മുടെ രൂപത്തിൽ ഒന്നുകിൽ നമുക്ക് നേരിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക്, ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും കൊടുത്തുകൊണ്ട് നമ്മളെ ദുഃഖിപ്പിക്കും. എന്തായാലും നമുക്ക് ദുഃഖം തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എത്ര കണ്ട് വലുതായിട്ട് നമ്മൾ തരികിട കൂടുമോ അത്ര കണ്ട് വലുതായിരിക്കും നമുക്ക് കിട്ടുന്ന ദുഃഖവും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു കർമ്മഫലത്തിൻ്റെ പുതിയതൊന്നുമല്ല, പണ്ടേ പറയുന്നൊരു സിദ്ധാന്തമാണ്. അത് നമ്മളൊന്ന് പഠിച്ചിരിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും.